ചേട്ടാ ലോട്ടറി നാളത്തെ നാളത്തെ അല്ലേ? ഇന്നത്തെ എല്ലാം തീർന്നു. അത് തീർന്നോ? എത്ര എണ്ണം ഉണ്ട്? നാളത്തെ എത്ര ലോട്ടറി ഉണ്ട്? ഇതെന്റെ ചേച്ചിയാണല്ലോ. 7. എത്ര ഒരെണ്ണം എത്രയാ? 50. ഒരെണ്ണം 50 അല്ലേ? ചേട്ടനെ കണ്ടായിരുന്നു ഞാൻ ഓൾറെഡി. ഞാൻ വന്നതേ സമയം 3:10 ഞാൻ വന്നതേ എന്നാ ചേട്ടൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ടായിരുന്നു, അത് തരാൻ വേണ്ടിയിട്ടാ. എൻ്റെ പടം വരച്ചു? ആ പിന്നല്ലേ, ഞാൻ ഒരു കുഞ്ഞു കലാകാരനായിരുന്നു. ഇത് ചേട്ടനാണോ? ഇത് അതെ ചേട്ടൻ തന്നെ. എന്ന് വെച്ചാൽ ഇന്നാൾ പറഞ്ഞായിരുന്നു. ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ ഒരു പടം വരയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമില്ല. ഇത് ഞാനല്ല. അത് ശരി, അങ്ങനെ പറയല്ലേ. എന്നാലും എവിടെയൊക്കെ ഷാജിന്നാണ്. ആണോ? വണ്ണപ്പുറം. ഞാൻ പാട്ട് പാടുന്ന ആളാണ്. അത് കൊടുത്തിട്ടേ അല്ല, ഞാൻ കൈ പിടിച്ചോ. ഇത് ഞാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇതിപ്പോ എൻ്റെ പേര് ഷാജി എന്നാണ്. അല്ല, പേര് നോക്കണ്ട, നോക്കിയാൽ മതി. ഇത് ഫോട്ടോ നിങ്ങൾ കസ്റ്റമറുടെ ഇത് വരച്ചെന്തായാലും തൊട്ട് വയ്ക്കോ. നിങ്ങൾ വരച്ചതാണ് ശരിയാണ്, പക്ഷെ ഇത് ഞാനാന്ന് ഞാൻ സമ്മതിക്കില്ല. അതെല്ലേ? കാരണം ഇത് നിർത്തിയങ്ങ് അവമാനിക്കുവാണല്ലോ. അല്ല, മുടിയെല്ലാം ശരിയാണ്, പിന്നെ എവിടെ ശരിയല്ലാത്ത? ഇതിപ്പോൾ എൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഷേപ്പ് ഇതിനകത്തൊന്നും വന്നിട്ടില്ല. ഇല്ലല്ലേ? ഷർട്ട് ശരിയാണ്. ഷർട്ട് ശരിയാണ്. കാലം തന്നെ എത്തിയതാ ചേട്ടൻ്റെ? എനിക്ക് കാലം കഴിഞ്ഞ് ഞാൻ പിറവിയിലുള്ളതാണ്. ആണല്ലേ? എൻ്റെ മൂത്ത മോന് അപ്പുറം ഹോട്ടലിൽ ജോലിയാണ്. ഇത് കൂട്ടുകാരൻ വരച്ചത് ശരിയാണ്, പക്ഷേ എൻ്റെ ഷേപ്പ് വന്നില്ല. ശരി ഷേപ്പ് വന്നില്ല. അത് കുഴപ്പമില്ല, കുറേയൊക്കെ വന്നു. ഏറെക്കുറെ എന്നാലും കഷ്ടപ്പെട്ടിരുന്ന് വരച്ചതല്ലേ, ചിരിച്ചൂടെ? അതേപോലെ. അപ്പൊ ഈ എഴുതിയേക്കണേ എന്നാ ഇത്? അത് എൻ്റെ സൈൻ ഇട്ടേക്കണേ, എഴുതിയേക്കണേ അല്ല. എൻ്റെ പേര് അറിയാവോ? എൻ്റെ പേര് അറിയാവോ? ചേട്ടൻ്റെ പേര് എനിക്ക് അറിയില്ല. ഷാജി കേസി വണ്ണപ്പുറം. ആണോ? ചേരമേളക്കാരൻ. പാട്ട് പാടും? ഞാൻ പാടുന്നതാണ്. അപ്പൊ ചേട്ടന് വേണ്ടേ ഇത്? എനിക്കെന്തിനാ വേണ്ടേ? എനിക്കെന്തിനാ? അത് ശരി. അല്ല, ലോട്ടറി എടുക്കുവാണെങ്കിൽ പൈസ കേട്ടാ, കഞ്ഞി പോലും കൊടുക്കില്ല. എന്നാ പിടിച്ചോ. ഞാനിത് കഷ്ടപ്പെട്ടിരുന്ന് വരച്ച് കൊണ്ടേ തരാനായിട്ട് വന്നായിരുന്നു. അല്ല വേണ്ട, എൻ്റെ ഷേപ്പൊന്നും ഇല്ല അതിനകത്ത്. ഇല്ല അല്ലേ? അന്ന് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒറിജിനൽ ഫോട്ടോ കൊണ്ടുതരാം, അന്നേരം കൂട്ടുകാരൻ വരച്ച് തന്നാൽ കൂട്ടുകാരനെ പറയാം. അത് ശരി. ഇതെനിക്ക് വേണ്ട, കാരണം എൻ്റെ ഫോട്ടോയല്ല അത്. അത് ശരിയാവും. ശരി. എന്നാ ഞാൻ പോട്ടെ എന്നാ. ഓക്കെ. ഒരു ലോട്ടറി എടുക്കാവോ? നാളത്തെയാണ്. ഒരു 50 രൂപ എന്നാൽ ഒരു ലോട്ടറി മതി. 50 രൂപ? ഞാനിത് തരാനായിട്ട് വന്നാ. അത് വേണ്ട, അതൊന്നും എൻ്റെ ഫോട്ടോ ഒന്നുമല്ല. എന്നാൽ ഞാൻ ഒരു ലോട്ടറി എടുത്തേക്കാം എന്തായാലും, വന്നാലേ എന്തായാലും. 2 തന്നേരെ. അതിനിഷ്ടമുള്ള എടുക്കും. നാളത്തെയാണ്. ഇതിൻ്റെ ഫോട്ടോ ഒന്നുമല്ല. ഇതെനിക്ക് ഇത്രയും മീശയും താടിയൊന്നുമില്ല. ഇല്ലല്ലേ? അതുകൊണ്ട് ഞാൻ പറയും. അപ്പോൾ പിന്നെ 8 മണിക്കൂർ ഇത് കഷ്ടപ്പെട്ടിരുന്ന് വെറുതെ അല്ലേ? അത് പറയേണ്ട കാര്യമില്ല. എന്നാ ഇത് അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്. ശരി എന്നാ, പൈസ തരാം കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ്. പുള്ളീനെ വരച്ചിട്ടേ പുള്ളി ഒരു ഷേപ്പില്ല പറഞ്ഞു, വെറുതെ സ്വഭാവം അങ്ങനെയല്ലേ? പിന്നെ പുള്ളിയെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടി വരും. പുള്ളി പച്ചയ്ക്ക് പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ട് വെറുതെ പോയി. പിന്നെ അത് ശരി, ഞാൻ പോവാ. വെറുതെ
ആ പുള്ളി പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കണം. ഷേപ്പുണ്ടോ കേട്ടോ? ആ പുള്ളിയുടെ ഷേപ്പുണ്ടോ? അത് കുഴപ്പമില്ല, നമുക്കത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ടേ. പെൻസിൽ കൊണ്ടാണ് വരച്ചത്. ആ പെൻസിൽ കൊണ്ട് വരച്ചേ. പുള്ളിയല്ല. ഇപ്പം ഞാൻ വീട്ടിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പെൻസിൽ കൊണ്ട് പുള്ളിയെ വരച്ചത്. പുള്ളിയുടെ ഷേപ്പില്ലേ? ഈ പുള്ളി ഷേപ്പില്ലേ പുള്ളിയുടെ? ആ പുള്ളി തന്നെയാണല്ലേ? നിങ്ങളൊന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തു നോക്കി. അറിയണാണോ നിങ്ങൾ? ചേട്ടനൊന്നും കൊണ്ട് കാണിച്ചു കൊടുത്തു നോക്ക്. നിങ്ങളെ അറിയണല്ലേ കുറച്ചുകൂടെ. രണ്ടാമത് ഒന്നോടെ നാളെ കടാ. ഇത് ഞാനാണ് അവര് പറയുന്നു. ഈ ചേട്ടനും പറഞ്ഞു എന്റെ ഷേപ്പ് കാണും. ഷേപ്പുള്ള 9 പേരുണ്ട് ഒരു ഷേപ്പില് വരച്ചതാണ് പറയണു. അതെ, പറയണ മാത്രമല്ല. കലാകാരൻ, ഞാനും കലാകാരനാ. വരയ്ക്കാൻ പറ്റില്ല. പുള്ളി എപ്പോഴാ വരച്ചെന്നോ ഇതൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ എന്റെ ഷേപ്പ് അതിനകത്തും എനിക്ക് തോന്നല്ല. ഒന്നോടെ കാണിച്ച. ആ ഒന്നോടെ. ഇത് ഷർട്ട് ശരിയാ, അത് ഞാൻ സമ്മതിക്കാം. ആ ഞാൻ കാരണം ഇന്ന് താടി മിസ് ഇല്ലാതെ നിങ്ങൾ നല്ലൊരു കലാകാരനാണ്. അതെ അതെ. ഈ ഷർട്ടല്ലേ? ആ ഈ ഷർട്ടല്ലേ? അതെ അതെ. ഇതാ. എന്നാ ഞാൻ തിരിച്ചു കൊണ്ടുപോകണം വേണ്ടെങ്കിൽ എന്നാ തന്നേരെ. അപ്പൊ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. ചേട്ടൻ വേണമെങ്കിൽ എടുത്തോ. ചേട്ടനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ചിലപ്പോൾ തോന്നുമായിരിക്കും ചേട്ടനാന്ന്. ഇരിക്കട്ടെ. എന്നാ ഇരിക്കട്ടെ. കാണിച്ചു കൊടുക്കാമല്ലോ. ആ അതെ അതെ. കൂട്ടുകാരെ കാണിച്ചു കൊടുത്തിട്ടേ ഞാൻ തന്നെയാണോ ചോദിക്കേ. ഇപ്പം അവരെങ്ങാനും പറഞ്ഞാലോ ഞാൻ തന്നെയാണ്. നല്ലൊരു കലാകാരനാണ്. ആ താങ്ക് യു. താങ്ക് യു. പോകല്ലേ? അത് ശരി. മനസ്സിലായി. ഡിപ്പെൻസ് അല്ല, അത് വേണ്ട. അത് എന്തായാലും വാങ്ങൂല. അത് ഞാൻ ഇല്ല എനിക്ക് വേണ്ട. അദ്ദേഹം വാങ്ങത്തില്ല. അതവിടെ വെച്ചോ. ചേട്ടൻ്റെ പാട്ടൊന്നും കേൾക്കണം. ഒന്ന് പാടാവോ? 2-3 പേര് പാടുള്ളൂ. പഴയ പാട്ടേ പാടുള്ളൂ. പിന്നെ അത് മതി. 3 മക്കളാണ്. 3 ആൺമക്കളാണ്. മൂത്ത മോനുടെ ജോലിയാണ്. അല്ല കാലുവേന എടുക്കുമെന്ന് പറഞ്ഞോ. അല്ല, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ചു പോയി. 10 വർഷം കഴിഞ്ഞു. എൻ്റെ വീട് വണ്ണപ്പുറം. എനിക്ക് 3 ആമക്കളെ. എൻ്റെ മൂത്ത മോനെ ജോലി ഞാനിവിടെ സിലി ബാറിൽ മേടിച്ചു കൊടുത്തു. ഇപ്പം എൻ്റെ അവസ്ഥ ഇതാണ്. പ്രായമായ 2 കാരണന്മാരുണ്ട്. അപ്പന് 85 വയസ്സായി, അമ്മയ്ക്ക് 77 വയസ്സായി. ഇന്നും കൂലിപ്പണിക്ക് പോകുന്നു, ജീവിക്കുന്നു. എൻ്റെ അവസ്ഥ ഇതാ. ഇതും പറയാം. ഒരു കാലുണ്ട്, 4 വിരലുള്ളൂ. നിങ്ങൾക്ക് 5 വിരലുണ്ട്. ഇത് എനിക്ക് 2 കൈയും കാലും ഇല്ല. ഇത് പിറവിയിലും ഉള്ളതാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് ഒരു കുഞ്ഞു കലാകാരനാണ്. പക്ഷേ എൻ്റെ തൊണ്ടവേദന, ശ്വാസമുട്ടൽ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഇതും കൊണ്ടൊക്കെ ജീവിച്ച് പോകുന്നു. ഒരു പാട്ട് പാടിക്കേ കേക്കട്ടെ. ഒരു 2-3 പേരെ പാടുള്ളൂ. വലിയ ഗായകനൊന്നുമല്ല കേട്ടോ. കുഴപ്പമില്ല. അതും പറയാം. പക്ഷെ ഇത് ഞാനെടുത്ത് അതിന് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളെ പോലുള്ളവരൊക്കെയാണ് ജീവിക്കുന്നത്. ഞാൻ അടുപ്പിച്ച് വിട്ടിട്ടാണ്. ഇത് നാളത്തെ ടിക്കറ്റാണ്. വയ്യ. അപ്പൊ ഏത് പാട്ടാ പറഞ്ഞത്? അനിയെന്ന് പറഞ്ഞേ. കേസ് ഓറിജിന്റെ ഒരു പഴയ പാട്ട് ഒരു 2-3 വരി പാടാം. ഇത് ഫേമസായ പാട്ടാണ്. എനിക്ക് ഇന്നാളെ 2000 രൂപ അവിടുന്ന് കിട്ടിയതാണ്. എങ്കിൽ ഞാൻ സൗണ്ടൊന്നും കൊള്ളൂല. ചേട്ടൻ പാടിക്കോ, തുടങ്ങിക്കോ.
എങ്കിലും അനയാ റെഡി അല്ലേ? ആ അതെ റെഡിയാ. ഞാൻ അടുത്തിരിക്കും. ചെല്ലുന്നടയിലിരുന്ന് കല്ലെറിയല്ലേ എൻ്റെ കല്ലെറിയല്ലേ. പാമ്പുകൾക്ക് മാലമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ, ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, കല്ലെറിയല്ലേ, എന്നെ കല്ലെറിയല്ലേ. പാമ്പുകൾക്ക് മാലമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. കൊള്ളാം കൊള്ളാം. കുറച്ചിട്ടെ കുറച്ചിട്ടാ. പിന്നെ ഒരു മാപ്പിളപ്പാട്ട് പാടാം. ജന്മദിനൂറ് മുഹമ്മദിനാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു കക്ക വിളക്കുളി മുക്കിയ മക്കന കർക്കതിശിക്കുള്ള ആകെ ചുറ്റിലകത്തില് മക്കനകത്തിന് കത്തണ മറ്റൊരു വിത്തൊരു മൊത്തൊരു മൂത്തൊരു വെയ്യല്ല. ജന്മദിനൂറ് മുഹമ്മദിനാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു കക്ക വിളക്കുളി മുക്കിയ മക്കന കർക്കതിശിക്കുള്ള കാതപ്പതിയില്ലാതെ നാബി നല്ല പടച്ചാനെ, മാരി ഹൗവ ബീബി രണ്ടാളും ഒരുമിച്ചാനെ, ഏകപ്പഴം തിന്നരുത് ഇന്നലെയോൻ അറിയിച്ചാനെ, വന്നൊത്ത് നിന്നൊത്ത് കാണിയൊക്കെ കീലമകാരിയാണ്, ചെന്നുപഴം പറിച്ചോടി വന്നു മുറിച്ചതിൽ കൂടി ഇന്നവർ സംഗളി സംഗളി മുളി മങ്കിയലങ്കിയലങ്കി വിശുകയും ആകെ ചുറ്റിലകത്തിലെ മക്കന ഇത്ര വക്കിനി ആകെ. എനിക്ക് പ്രായമായ 2 കാരണന്മാരുണ്ട്. നിങ്ങളെപ്പോലെ അനിയന്മാരെ ഇപ്പം കണ്ടത് സന്തോഷം. താങ്ക് യു. വണ്ണപ്പുറം മാനുണ്ടോ? വണ്ണപ്പുറം അറിയോ? വണ്ണപ്പുറം അറിയാം. വണ്ണപ്പുറം ടൗണിൽ വന്ന് എന്നെ അന്വേഷിച്ചാൽ നേരെ പോകാൻ അമ്പലത്തിനടുത്ത് ഈ ടിക്കറ്റ് വിറ്റ് പൈസ അവിടെ കൊണ്ടുപോകുന്നത് കട എടുത്തുകൊണ്ട് പോകുന്ന ആണല്ലേ? സന്തോഷം. ഇത് നമ്മുടെ അച്ഛാ, ഇത് പോകട്ടെ. സന്തോഷമായോ? സന്തോഷമായി സന്തോഷമായി. ചേട്ടൻ എനിക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് വിഷമമായിരുന്നു, അത് ചേട്ടനല്ലാന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ടേ. പക്ഷേ ചേട്ടന് അത് സമ്മതിച്ചു. തോന്നിയില്ല. കുഴപ്പമില്ല. എല്ലാവരും എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചേട്ടൻ മേടിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. വരുമ്പോ കാണാം കേട്ടോ. എന്ത് വേണം? വേണം ഇല്ലല്ല കഞ്ഞി വേണ്ട, ഒന്നും വേണ്ടെന്നേ. അത് കുഴപ്പമില്ല. എനിക്ക് സാമ്പത്തികം ഒന്നുമില്ല, അത് കുഴപ്പമില്ല. സങ്കടത്തിൽ. സന്തോഷമായോ? സന്തോഷമായി. ഇപ്പൊ ഇല്ല. അനിയന്മാരില്ല, ചേട്ടന്മാരില്ല, പെങ്ങന്മാരില്ല. അച്ഛനും അമ്മയുണ്ട്, പ്രായമായതാണ്, 3 മക്കളുണ്ട്. എന്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയി. ഞാൻ ആദ്യം പറഞ്ഞു. അത്രയും കേട്ടാ മതി. എന്റെ മൂത്ത മോനെ ഇവിടെ ജോലിയാണ്. എന്നെ വേണ്ടേ? സന്തോഷമായി. അത്രയും കേട്ടാ. വേറെ ഒന്നും വേണ്ട. ഞാൻ പോവാ.